ഇനി നമ്മൾ പോകുന്നു മഴയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി. ശക്തമായ മഴയിലും കാറ്റിലും സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. പ്രദേശത്ത് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി. കണ്ണൂർ കണ്ണവണ്ണത്ത് വീടിന് മുകളിലേക്ക് മരം വീണ് ഒരാൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. ആലപ്പുഴ എറണാകുളം പാതയിൽ മരം വീണ് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് അത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറയിൽ തോട്ടുപുര വ്യൂ പോയിന്റിന് സമീപം വൻ മരം വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. പത്തനംതിട്ടയിലും കനത്ത മഴയാണ്. പൂടിക്കാട് സ്കൂളിന് മുന്നിലെ മരം കടപുഴകിയും വീണു. അങ്ങനെ നിരവധി ജില്ലകളിൽ പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ്. മഴക്കെടുതികൾ രൂക്ഷമാണ്. ഇപ്പോഴും ശക്തമായ മഴ പെയ്യുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ. നമുക്ക് കോഴിക്കോട് കട്ടിപ്പാറയിൽ ചെറിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ സാഹചര്യം, അവിടെ മലവെള്ളപ്പാച്ചിലുണ്ട്. കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവൻ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബുവും ചേരും. ആദ്യം പോകുന്നത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് എന്താണെങ്കിലും മലവെള്ളപ്പാച്ചിലുണ്ടായതും അല്പം നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. എപ്പോഴും മണ്ണിടിച്ചിൽ അങ്ങനെയുള്ള വാർത്തകൾ എപ്പോഴും ഈ മണിക്കൂറുകളിൽ നമുക്ക് ഭീതി തരുന്നതാണ്. രതീഷ്, എന്തെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം അവിടെയുണ്ടോ? അപ്പോൾ നിലവിലിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ മഴയുടെ ഒരു സാഹചര്യം അതെങ്ങനെയാണ്? സംഗീത, രാവിലെ മുതൽ കനത്ത മഴയാണ് കോഴിക്കോട് ജില്ലയിൽ. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ശക്തമായ മഴയുണ്ട്. കുറ്റ്യാടി, താമരശ്ശേരി മേഖലകളിലൊക്കെ തന്നെ വലിയ തരത്തിൽ മഴയാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ താമരശ്ശേരിയിൽ കട്ടിപ്പാറ പഞ്ചായത്തിലെ കട്ടിപ്പാറയിൽ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞു നിരങ്ങി ജനവാസ പ്രദേശങ്ങളിലേക്ക് എത്തുമോ എന്ന ആശങ്ക പ്രദേശത്തുണ്ട്. കട്ടിപ്പാറ പഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് ഇത്തരത്തിൽ മലയുടെ ഒരു ഭാഗം കല്ലുകൾ കടർന്നു വീണ് താഴെ കൃഷിയിടങ്ങളിലേക്ക് പതിച്ചിട്ടുള്ളത്. ഇത് ജനങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ഇതിനു സമീപമുള്ള 17 കുടുംബങ്ങളെ ബന്ധപ്പെട്ട ബന്ധുക്കളുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കോ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ റവന്യൂ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചെയ്യുന്നത്. ഇന്ന് 3 മണിയോടെ കട്ടിപ്പാറയിൽ ഇത് സംബന്ധിച്ച് അടിയന്തര യോഗം റവന്യൂ അധികൃതരുടെയും പഞ്ചായത്ത് അധികൃതരുടെയും ചേരുന്നുണ്ട്, ജനപ്രതിനിധികളുടെ ഒക്കെ തന്നെ. അത്തരത്തിൽ അങ്ങനെ ഒരു നിലവിൽ ആശങ്കയുടെ സാഹചര്യമില്ലെങ്കിലും മുൻകരുതൽ എന്ന നിലയിലാണ് ഇത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത്. ബന്ധുവീടുകളിലും മറ്റും ഈ ആളുകളെ, ഈ 17 കുടുംബങ്ങളെ ആ പ്രദേശത്ത് മാറ്റി പാർപ്പിക്കുക താൽക്കാലികമായി എന്ന് തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അത്തരം നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടെങ്കിലും ഒരു മുൻകരുതൽ, ഇനിയും അത്തരത്തിൽ മണ്ണിടിച്ചിലും കൂടുതൽ മഴ ശക്തമായാൽ അത് ഒഴുകി ഈ പ്രദേശത്തേക്ക് വരും, ഇതിനൊക്കെ വലിയ ഭീഷണിയാവുമെന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുൻകരുതൽ എന്ന നിലയിൽ ഇവരെ മാറ്റി പാർപ്പിക്കുന്നത്. മറ്റിടങ്ങളിലൊക്കെ, താഴ്ന്ന ഇടങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. മാവൂരൊക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. പൂനൂർ പുഴയിലും അതുപോലെ തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മഴ കൂടുതൽ ഇതേ അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും താഴ്ന്ന ഇടങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടും. നഗരത്തിൽ തന്നെ, കോഴിക്കോട് നഗരത്തിൽ തന്നെ പലയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു തുടങ്ങി. മഴ കനത്താൽ ഈ ഇടങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അത് സ്വാഭാവികമായും താഴ്ന്ന ഇടങ്ങളിലുള്ള വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ടാവും. എന്തായാലും ഈ കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലുമുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അപകടങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമാണ് ഈ കനത്ത മഴയോടും നമുക്ക് ആശ്വാസം നൽകുന്നത്. സംഗീത. ശരി രതീഷ്, എന്താണെങ്കിലും കോഴിക്കോടും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ വലിയ രീതിയിലുള്ള മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ്. പത്തനംതിട്ടയിലേക്കും കൂടെ പോകാം. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, പത്തനംതിട്ടയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? സംഗീത, പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെയും സമാനമായ രീതിയിൽ ശക്തമായ മഴയാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. ജില്ലയുടെ മലയോര മേഖലകളിൽ പ്രധാനമായും റാന്നി, കോന്നി അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ കനത്ത മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നഗരപ്രദേശത്തും ഇടവിട്ടുള്ള മഴയാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് പന്തളത്ത് ഇത്തരത്തിൽ വീടിൻ്റെ മുന്നിൽ നിന്ന കുറ്റൻ മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വീടിൻ്റെ മുകളിലേക്ക്, വീടിന് ചെറിയ കേടുപാടുകളടക്കം സംഭവിക്കുന്ന തരത്തിലേക്ക് പന്തളത്ത് അത്തരത്തിൽ മരം വീണുള്ള അപകടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പന്തളത്ത് സ്കൂളിൻ്റെ മുൻപിൽ നിന്ന കുറ്റൻ മരവും സമാനമായ രീതിയിൽ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് വൈദ്യുതി പോസ്റ്റിലേക്കും അതുപോലെ തന്നെ സ്കൂളിൻ്റെ ചുറ്റുമതിലും തകരാനിടയാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പ്രമാടത്ത്
പ്രമാടത്ത് അംഗൻവാടിയുടെ സംരക്ഷണ ഭിത്തി ഇടിയുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രമാടത്തിനടുത്ത് തന്നെ പൂങ്കാവിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ കൂറ്റൻ തേക്കുമരം, വീട്ടുവളപ്പിൽ നിന്ന കൂറ്റൻ തേക്കുമരം കടപുഴകി വീണ് വീടിനും അതുപോലെ തന്നെ വീടിൻ്റെ തൊട്ട് പിന്നിലുണ്ടായിരുന്ന ശുചിമുറിയും പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ മരം കടപുഴകി വീഴുന്നതിന് തൊട്ട് മുൻപ് മാത്രമാണ് അവിടെ നിന്നും ആൾ മാറിയത്. അതുകൊണ്ട് തന്നെ ഒരു 60 വയസ്സുകാരൻ, വീട്ടിലെ 60 വയസ്സുകാരൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ശുചിമുറി പൂർണ്ണമായും, വീടിന് പിന്നിലെ ശുചിമുറി പൂർണ്ണമായും തകരുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ജില്ലയിലെ നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അച്ചൻകോവിലാർ, പമ്പ, മണിമലയാർ തുടങ്ങിയ നദികളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഈ മലയോര മേഖലകളിൽ ശക്തമായി മഴ പെയ്യുന്നതാണ് ജലനിരപ്പ് ഉയരാനുള്ള കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നദികളുടെ തീരത്ത് താമസിക്കുന്നവർ നദികളിലേക്ക് ഇറങ്ങാനോ നദി മുറിച്ച് കടക്കാനോ പാടില്ല എന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഡാമിൻ്റെ ഷട്ടറുകളടക്കം തുറക്കാനുള്ള കക്കാട്ടാറിൻ്റെ തീരത്ത് താമസിക്കുന്നവർക്കും അത്തരത്തിലുള്ള മുന്നറിയിപ്പുണ്ട്. അതുപോലെ തന്നെ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇനിയും ജലനിരപ്പ് ഉയർന്നാൽ ജില്ലാ ഭരണകൂടത്തിന് കടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും, തീരത്ത് താമസിക്കുന്ന ആളുകളെല്ലാം തന്നെ കടുത്ത മുന്നറിയിപ്പ് അവർക്കും നൽകിയിട്ടുണ്ട്. എന്തായാലും ജില്ലയിൽ ഇപ്പോഴും കനത്ത മഴ പെയ്യുകയാണ്. ഇത്തരത്തിൽ കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളം പൊങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ ജില്ലാ ഭരണകൂടം എത്തിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകളും നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട്. സംഗീത. ശരി, ശ്രീരാജ്യത്താണെങ്കിലും പത്തനംതിട്ടയിലും ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. ശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് വരുന്നത്. 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട, ഒപ്പം തന്നെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട സമയമാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പുതിയ ചേഞ്ചുള്ള അലേർട്ടിലൂടെ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവനും പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.